കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് ക്യാമ്പസ് വിട്ടിറങ്ങിയ 4 പേർ 15 വർഷങ്ങൾക്ക് ശേഷം ഇവർ പഠിച്ചിരുന്ന അതേ കോളേജിൽ ബിരുദാനന്തര വിദ്യാർത്ഥികളായി എത്തിച്ചേരുമ്പോഴുള്ള രസകരമായ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ പഠിച്ചിരുന്ന കോളേജിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നു. അതിനുശേഷം ആ ഇഷ്യൂവിൽ അവർക്ക് അവരുടെ പഠനം നിന്നുപോകും. പക്ഷേ ഈ 14 കൊല്ലത്തിന് ശേഷം വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇതേ കോഴ്സിന് തന്നെ അവർ ചേരുകയാണ്. എവിടെ വെച്ചാണ് അവരുടെ ഒരു ജീവിതം അല്ലെങ്കിൽ കോളേജ് ലൈഫ് നിന്നു പോയത് അവിടെ നിന്ന് തന്നെ വീണ്ടും തുടരുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർക്കുള്ളത്. അടിച്ചു പൊളിക്കുക, കോളേജിൽ അവർക്ക് ചെയ്യാൻ കഴിയാതിരുന്ന എല്ലാ തോന്നിയവാസങ്ങളും കാണിക്കുക, കുസൃതികൾ ഒപ്പിക്കുക, കുത്തിമറിയുക, ഇതൊക്കെ തന്നെയാണ് ഈ 4 പേരുടെയും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ എന്ന രീതിയിൽ നമുക്ക് സീനിയേഴ്സിനെ കാണാം. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞിരുന്ന 4 സുഹൃത്തുക്കൾ പുതിയ തലമുറയ്ക്കൊപ്പം ചേരുമ്പോൾ തലമുറകൾ തമ്മിലുള്ള അന്തരം വരുത്തിവെക്കുന്ന പ്രശ്നങ്ങളെ ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുകയാണ് ചിത്രം. പോക്കിരി രാജയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം അതിന്റെ പ്രമേയം കൊണ്ട് തന്നെ പ്രത്യേകതകൾ അവകാശപ്പെടുന്നതാണ്. ഒരു ഫൺ ഫിലിം എന്ന രീതിയിലാണ് സീനിയേഴ്സ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സീനിയേഴ്സ് ഞാൻ ആക്ച്വലി പോക്കിരാജയ്ക്ക് ശേഷം കമ്മിറ്റ് ചെയ്യാനുള്ളൊരു റീസൺ ഇതിൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ തോട്ടിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഫീൽ ചെയ്തതുകൊണ്ടാണ്. ഞാൻ റോബിൻഹുഡ് എന്നുള്ള സിനിമയിൽ ജോർജ് സാറിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന സമയത്താണ് സച്ചി സേതുവിൻ്റെ റൈറ്റേഴ്സ് വളരെ കാഷ്വലായിട്ടുള്ള ഒരുപാട് സംസാരത്തിനിടയിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നു, ഇങ്ങനെ സബ്ജക്റ്റ് പറയുന്നു, ഇതിൻ്റെ എലമെൻറ്റ് പറയുന്നത്. ആ എലമെൻ്റ് ആദ്യം കേട്ടപ്പോൾ, അതായത് ഒരു 14 വർഷത്തിന് ശേഷം ഒരു ക്യാമ്പസിൽ പഠിച്ചിരുന്ന 4 പേർ ഒരു PG കോഴ്സിന് വേണ്ടി അതേ ക്യാമ്പസിൽ വീണ്ടും വരുന്നു. അവരെന്തിനു വരുന്നു, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതെങ്ങനെയാണ് സിനിമയിൽ പൂർത്തീകരിക്കുന്നത് തുടങ്ങിയ അതിൻ്റെ ട്രാക്കുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻ്റായിരുന്നു. അതുമാത്രമല്ല, ഇങ്ങനെ വരുന്ന സീനിയേഴ്സ് ഒരു ക്യാമ്പസിലെത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ ജൂനിയേഴ്സ് സീനിയേഴ്സ് തമ്മിലുണ്ടാകുന്ന ഇഷ്യൂ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തമാശകളൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അത് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു. പത്മപ്രിയ, അനന്യ, ജ്യോതിർമയി എന്നിവരാണ് ചിത്രത്തിലെ നായികമാരായി എത്തുന്നത്. വിജയരാഘവൻ, സായ് കുമാർ, സിദ്ദിഖ്, സുരാജ് വെഞ്ഞാറൻമൂട്, ജഗതി ശ്രീകുമാർ, ലക്ഷ്മിപ്രിയ, രാധാവർമ്മ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഷാജി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിലെ ഗാനരചന നടത്തുന്നത് 3 പേരാണ്. അനിൽ പനശൂരാൻ, വയലാർ ശരചന്ദ്ര വർമ്മ, സന്തോഷ് വർമ്മ എന്നിവരാണ്. സംഗീതം അലക്സ് പോൾ, ജാസി ഗിഫ്റ്റ്, അൽഫോൺസ് എന്നിവർ നിർവഹിക്കുന്നു. സിക്സൺ ആണ് പ്രൊഡക്ഷൻ കൺട്രോളർ. CB ക്രിയേഷൻസിന്റെ ബാനറിൽ ഡോക്ടർ ലീന പ്രസന്നൻ